നേതാവ് ഓം പ്രകാശിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ്. തിരുവനന്തപുരം കവടിയാറിലെ ഫ്ളാറ്റിന്റെ വാതിൽ തകർത്ത് അകത്ത് കടന്നായിരുന്നു പരിശോധന. പാറ്റൂർ ആക്രമണത്തിൽ ഇയാളുടെ പങ്ക് വ്യക്തമാക്കിയതിനെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. അതേസമയം ഓം പ്രകാശ് ഇപ്പോഴും ഒളിവിലാണ്. പാറ്റൂരിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന നിധിനെയും സംഘത്തെയും ആക്രമിച്ച കേസിലാണ് ഓം പ്രകാശിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയത്. കേസിലെ 1ഉം 2ഉം പ്രതികളായ ആസിഫും ആരിഫും അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം കോടതിയിൽ കീഴടങ്ങിയിരുന്നു. മേട്ടുക്കടയിലെ ആരിഫിന്റെ വീട് നിധിനും സംഘവും ആക്രമിച്ചതിന്റെ പ്രതികാരമായാണ് ഇവരെ ഓം പ്രകാശിന്റെ സംഘം ആക്രമിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. ആക്രമണ സമയത്ത് ഓം പ്രകാശ് കാറിലുണ്ടായിരുന്നുവെന്ന നിധിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെയും കേസിൽ 8ാം പ്രതിയാക്കിയത്. കസ്റ്റഡിയിൽ വാങ്ങിയ ഓം പ്രകാശിന്റെ ഡ്രൈവർ ഇബ്രാഹിം റാവുത്തർ, സൽമാൻ എന്നിവരെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 3 ATM കാർഡുകൾ ഇവിടെ നിന്നും പോലീസിന് ലഭിച്ചു. ആക്രമണത്തിനായി പ്രതികൾ ഉപയോഗിച്ച വാഹനം കവടിയാറിലെ ഓം പ്രകാശിന്റെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. ആക്രമണത്തിനു ശേഷം പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനം ഉപേക്ഷിച്ച ശേഷമാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. ഒളിവിലിരിക്കെ ആരിഫ് സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥയെയും CPI നേതാവിന്റെ മകളെയും ഫോണിൽ പലപ്പോഴായി ബന്ധപ്പെട്ടിരുന്നതായും വിവരമുണ്ട്. അതേസമയം ഓം പ്രകാശ് ഡൽഹിയിലെത്തിയെന്ന വിവരത്തെ തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇയാൾക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി. സാമ്പത്തിക തർക്കമാണ് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. നിധിനെ ആക്രമിച്ച ശേഷം കയ്യിൽ രക്തം പുരണ്ട ചിത്രങ്ങൾ പ്രതികൾ ഓം പ്രകാശിന് അയച്ചുകൊടുത്തിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ ഓം പ്രകാശിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. അതേസമയം കൃത്യമായ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് നടത്തുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.